തിരുവിതാംകൂർ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് ചരിത്ര അപനിർമ്മിതികൾ നിരവധി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നതിനെപ്പറ്റി പലർക്കും നിക്ഷിപ്ത താല്പര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കാം. അതേപോലെ കൊട്ടാരത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞാൽ, പൊതുസമൂഹത്തിലൊരു ഇടപെടലുണ്ട് എങ്കിൽ അതിനെയൊക്കെ തന്നെ വിവാദമാക്കുന്ന രീതിയിൽ, അതിനെ വളച്ചൊടിക്കുന്ന രീതിയിൽ, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരണം നടത്തുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാരെ ഏത് പരിധിവരെ നമുക്ക് അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയും? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഇവർക്ക് മറുപടി കൊടുക്കേണ്ടതല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് അമ്മ തന്നെ ഹിസ്റ്ററി ലിബറേറ്റഡ് എന്നൊരു പുസ്തകം എഴുതി. അപ്പോൾ ആ പുസ്തകത്തിൽ പല അപനിർമ്മിതികൾക്കുള്ള ഒരു മറുപടി എന്ന രീതിയിൽ കൂടിയാണ് ഞാൻ ആ പുസ്തകത്തിനെ വായിച്ചത്. അതേപോലെ പല സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത് ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് പോയത് പോലും വിവാദമാക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ട് നമുക്ക് അവഗണിച്ചുകൊണ്ട്, കണ്ടില്ല എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? അതോ ഇതിനൊക്കെ തന്നെ ഒരു മറുപടി കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടോ? കേട്ടില്ല എന്ന് വിചാരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഈ ആറ്റുകാൽ പൊങ്കാല എത്രയോ വർഷമായിട്ട് ഞങ്ങൾ പോകുന്നതാണ്. ഇതേ സംഭവം എത്രയോ വർഷമായിട്ട് ഇവിടുത്തെ കൗൺസിലാണ്. അതിൽ പാർട്ടി ആണല്ലോ, പാർട്ടി പീപ്പിളാണല്ലോ, പാർട്ടി കൗൺസിലേഴ്സ്. അത് ഏതെല്ലാം പാർട്ടിയാണെന്ന് അവർ അന്വേഷിച്ച് നോക്കട്ടെ, ഏതെല്ലാം പാർട്ടിയിലെ ആളുകളാണ് കൗൺസിലേഴ്സെന്ന്. അപ്പോൾ അവർ വന്നാണ് വിളിക്കുന്നത്. എത്രയോ വർഷമായിട്ട് ഞങ്ങൾ പോകാറുണ്ട്. അവരാണ് ഒരു ജീപ്പ് ഇത്രയും ദൂരം നടക്കണ്ട, പൊള്ളുന്ന വെയിലാണ് എന്ന് അവരാണ്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല ജീപ്പ് വേണമെന്ന്, ഞങ്ങൾ പറഞ്ഞിട്ട് ജീപ്പ് അലങ്കരിക്കണമെന്ന്, ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകണമെന്ന്, ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി ഇത്രയും വേദന ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർ നേരിട്ട് ആ കൗൺസിലേഴ്സിൻ്റെ ഒക്കെ പറഞ്ഞ് അടുത്ത കൊല്ലം തൊട്ട് വിളിക്കാതിരിക്കട്ടെ, അവർക്ക് പറയാമല്ലോ അത്. പിന്നെ ഭഗവാൻ കൃഷ്ണനെ പോലും ഓരോരുത്തർ അപവാദം പറഞ്ഞതല്ലയോ. അപ്പോൾ ആരെങ്കിലും പറയും, ഇനി അവരെ വിചാരം അവർ ഭഗവാൻ കൃഷ്ണനാണെന്ന്. അല്ല, അങ്ങനെയല്ല. പക്ഷേ എല്ലാ കാലത്തും ഓരോരുത്തരെ ശൂന്യം പറയുക എന്നുള്ള ഒരു പ്രവണത പലപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു പ്രവണത ഉണ്ട്. ഞാൻ ഫേസ്ബുക്കിലില്ല. അപ്പോൾ ഫേസ്ബുക്കിൽ പറഞ്ഞ പല പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിലത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും അതിനൊരു പ്രത്യേകിച്ചൊരു എന്താ പറയുക, ഒന്നും പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ പറയേണ്ട ആരാ പറയുന്നതെന്നൊക്കെ എൻ്റെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, കണ്ടവർ പറഞ്ഞിട്ടുണ്ട് ആരെല്ലാമാണ് ഏതെല്ലാം രീതിയിലാണ് ഉള്ള ആളുകളാണ് പറയുന്നത്. ശരി, നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് അങ്ങനെ പറയുമ്പോൾ ഒരു ചാരിതാർത്ഥ്യമുണ്ട്, ഒരു സന്തോഷമുണ്ട്, അല്ലെങ്കിൽ സംതൃപ്തി ഉണ്ടെങ്കിൽ അവർ പറയട്ടെ, സാരമില്ല. എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല. അവർ പറഞ്ഞുകൊണ്ട് പോട്ടെ. എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും പറ്റി അങ്ങനെ പറയാറില്ല. കൂടുതൽ എന്നെ പറ്റി പിന്നെ എൻ്റെ മകനെ പറ്റിയൊക്കെയാണ് ഞങ്ങൾ രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓൾ റൈറ്റ്. പറയുന്നവർ പറയും, കുറച്ച് കാലം പറയും, പിന്നെ വേറെ എന്തെങ്കിലും പറയുമായിരിക്കാം. അതിനെപ്പറ്റി കൂടുതൽ വിഷമിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അവർ പറഞ്ഞോട്ടെ.